ഇന്ന് ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടി ചേമ്പും താളും ഇലയെന്നാണ് തോരൻ കേട്ടോ. ഞാനിത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ അത് വാടി തുടങ്ങുന്നതിന് മുമ്പ് തോരൻ വെച്ചാലോ. ഇത് ഞാൻ ഹോസ്റ്റലിലാണ് കേട്ടോ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങളിങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ചേമ്പിൻ്റെ തണ്ടിനൊരു ചെറിയൊരു വള്ളി പോലെ ഉണ്ട്. അതെടുത്ത് കളയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കുമേ. നോർമൽ ചീരത്തോരൻ വെക്കുന്ന പോലെ അല്ല കേട്ടോ. നമ്മൾ ഹോസ്റ്റലിലായതുകൊണ്ട് മിക്സി ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എല്ലാം ഇതിലേക്ക് തന്നെ അരിഞ്ഞിടുവാണ്. ചെറിയ ഉള്ളി ഇടുന്നുണ്ട്, അതുപോലെ പച്ചമുളക് അരിഞ്ഞിടുക. ഇതൊക്കെ ഒതുക്കി തേങ്ങയൊക്കെ ഒതുക്കി സാധാരണ പോലെ നമുക്ക് വെക്കാം. ഇപ്പം നമ്മൾ ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പം ചെറുതായിട്ട് വേണം അരിഞ്ഞിടാൻ വേണ്ടി. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് ആദ്യം ഇടേണ്ടത് ചീര അല്ല കേട്ടോ. അപ്പം നമ്മളിടുന്നത് ആദ്യം തേങ്ങയാണ്. നമ്മളെല്ലാം റിവേഴ്സാണ്, പക്ഷെ നല്ല ടേസ്റ്റായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ച തേങ്ങ ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് വഴണ്ട് വരും. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടുക കേട്ടോ. വേറെ 1-2 ഐറ്റം കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. തീ എപ്പോഴും കുറച്ച് വെച്ച് വേവിക്കാൻ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ തേങ്ങ കരിഞ്ഞു പോവുക. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ അടങ്ങി ആ ഒരു ചീര അതിനകത്തോട്ട് ഇടുക ഗൈസ്. തീ ഭയങ്കരമായിട്ടും കുറവായിരിക്കണം. ഇതിന് കുറച്ച് തീ മതി, കുറച്ച് സമയം മതി കേട്ടോ. ഒരു 10-15 മിനിറ്റും കൊണ്ട് റെഡിയാക്കാം. ഉപ്പ് ആദ്യം കുറച്ചിടുക കേട്ടോ. ചീരത്തോരൻ ആദ്യം ഒരുപാട് ഉപ്പിടരുത്. പിന്നെ നമുക്ക് കുറച്ച് ജീരകം പൊടിച്ചതിടാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുക. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേണ്ട, അതിനു മുമ്പ് തന്നെ അത് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റ് ആയിരിക്കും. വെള്ളം ഒന്നും ഒഴിക്കേണ്ട, അതിനകത്തുനിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയൊക്കെ വരും. ആ വെള്ളം ഒന്ന് പറ്റാനായിട്ട് കുറച്ച് സമയം കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ചീര തണ്ട് തോരൻ, അതായത് ചേമ്പും തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. വേഗത്തിൽ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊരു തോരൻ വെക്കണമെന്നുണ്ടെങ്കിൽ ചീരയുടെ ഇങ്ങനത്തെ തണ്ടും കൂടെ കൂട്ടിയിട്ട് ചേമ്പിൻ്റെ തണ്ടും കൂടെ കൂട്ടിയിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. വെച്ച് നോക്കുക കേട്ടോ ഗൈസ്. ഇത് ചീരച്ചേമ്പാണ് കേട്ടോ, തോരൻ വെക്കുന്ന ചീരച്ചേമ്പാണ്. അപ്പോൾ ചീരച്ചേമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതെല്ലാം ഒന്ന് പാക്ക് ചെയ്തുകൊണ്ട് ഓഫീസിൽ കൊണ്ടുപോകണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഈസി കുക്കിങ്ങിന് ഫോളോ ചെയ്യാൻ മറക്കല്ല.